റാം ചരൺ, ജാൻവി കപൂർ എന്നിവർ നായികന്മാരായിട്ട് വന്ന് തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് പെഡ്ഡി. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ബുച്ചി ബാബു സെന എന്ന് പറയുന്നൊരു ഡയറക്ടറാണ്. പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. AR റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ട്. നമ്മുടെ ഡാഡി ഗിരിജ, അതുപോലെ തന്നെ നമ്മുടെ കന്നഡയിലെ മറ്റേ ആക്ടർ ഉണ്ടായിരുന്ന രാജ്കുമാർ, പുള്ളി ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. വലിയ പറയാൻ ബോബൻ ഇറാനി, ഹിന്ദി എന്നൊക്കെ അവരൊക്കെ വന്നിട്ടുണ്ട്. സിനിമ എന്തിനാണ് ഇങ്ങനൊരു സിനിമ എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നായക പ്രാധാന്യം എന്താണെന്നും നായകൻ്റെ വാല്യൂ എന്താണെന്നും നായകൻ്റെ ക്യാരക്ടർ എന്താണെന്നും ഡയറക്ടറിനോ ആക്ടറിനോ ഇവരുടെ ടീം ക്രൂവിനോ അറിയില്ല. നായിക എന്താണെന്നോ നായികയുടെ പ്രാധാന്യം എന്താണെന്നോ നായിക എന്തിനു വന്നുവെന്നോ എന്തിനു പോയെന്നോ ഡയറക്ടറിനോ ക്രൂവിനോ കാസ്റ്റിനോ ഒന്നും ആർക്കും അറിയാൻ പാടില്ല. വെറും ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ മാത്രമായി മാറി നായിക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സങ്കടം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഒരു വാല്യൂ ഇല്ലാതെ എന്തിനാണ് സിനിമയിലേക്ക് ജാൻവി കപൂർ എന്ന് പറയുന്നൊരു ആക്ട്രസിനൊക്കെ കൊണ്ടുവരുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഓൾറെഡി പുള്ളിക്കാരത്തിൻ്റെ ആക്ടിങ് വളരെ ബോറാണ്. അവിടെ പുള്ളിക്കാരത്തിയുടെ ഒരു ബോഡി കാണിക്കാൻ വേണ്ടി, ശരീര പ്രദർശനത്തിന് വേണ്ടി മാത്രം ഒരു സിനിമ എടുത്തു വെക്കുന്നു. അത് വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ കാണിച്ചതിന് ശേഷം നായകൻ കാണിക്കുന്ന കുറേ തെമ്മാടിത്തരം അതിനെ ന്യായീകരിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇതെങ്ങോട്ടാണ് ഇവരുടെ വിഷൻ എന്താണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ്. ഈ സിനിമയിലൊരു വലിയ സസ്പെൻസോ അല്ലെങ്കിൽ വലിയ തലപോയ്ക്കുന്ന കേസൊന്നും ഇല്ല. ഇതിൻ്റെ ഓൾറെഡി ട്രെയിലറിൻ്റെ റിയാക്ഷൻ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത് ഏത് രീതിയിലേക്ക് ഈ സിനിമ പോകുന്നുള്ളത്. ഒരു സ്പോർട്സ് ഡ്രാമ പരിപാടിയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ഇതിനകത്തൊരു മെയിൻ ഒരു ഗ്രാമത്തിൽ ഒരു ട്രെയിൻ നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ട്രെയിൻ നിർത്തിയാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അവർക്ക് പെട്ടെന്നൊരു ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാകത്തുള്ളൂ, അവർക്കൊരു അംഗീകാരം കിട്ടത്തുള്ളൂ എന്ന് പറയുന്നിടത്ത് ഒരു നായികനെ കൊണ്ട് നിർത്തിയിട്ട് ഡ്രസ്സ് ഉരിപ്പിക്കുക, നഗ്നതാ പ്രദർശനം നടത്തുക, അതിന് ഒരു നായകൻ വന്ന് മോശമായിട്ട് മിസ്ബിഹേവ് ചെയ്യുക, അത് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് ഇതിൽ നീതി കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയാണ്. സോ ഇവിടെ നീതി വേണമെന്ന് പറയുന്നിടത്ത് അപ്പുറത്ത് നീതി ഇല്ല എന്നുള്ളതും ഒന്ന് എഴുതുന്ന സമയത്തൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലായേനെ. വളരെ ഒരു എസ്തെറ്റിക് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ സിനിമ വെറുതെ ഒരു കച്ചവടം മാത്രമായിട്ട് കാണുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് പെഡ്ഡി എന്ന് പറയുന്ന സിനിമ തോന്നിയത്. ഇതിനകത്ത് AR റഹ്മാൻ എങ്ങനെ വന്ന് പെട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പുള്ളിയുടെ വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല. ആദ്യം ഒരു ക്രിക്കറ്ററായിട്ട് വരുന്നു, അത് കഴിയുമ്പോഴേക്കും ഒരു ഗുസ്തിക്കാരനാകുന്നു, ഗുസ്തിക്കാരൻ ഒരു ഓട്ടക്കാരനാകുന്നു. അത് വർണ്ണിക്കാൻ ഈ സിനിമ മുഴുവൻ നമ്മുടെ മലയാളി ഒരു ആക്ടറുണ്ട്. പുള്ളിയുടെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. പുള്ളിയുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ വിനായകനെ പോലെ ഇരിക്കുന്ന ആക്ടറാണ്. കുറേ സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. പുള്ളി ആദ്യം മുതൽ അവസാനം വരെ, എന്തായാലും പുള്ളിക്കൊരു ലക്കുണ്ട്, ആദ്യം മുതൽ അവസാനം വരെ രാം ചരണിൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ ആദ്യം മുതൽ ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ രാം ചരണിനെ അങ്ങ് പുകഴ്ത്തുകയാണ്. ഇത് KGF എല്ലാം കൂടി അരച്ച് കലക്കി കുടിച്ചിട്ട് ആദ്യം മുതൽ അവസാനം വരെ ബിൽഡപ്പ്. സിനിമ തീർന്നിട്ട് ഈ ബിൽഡപ്പിന് ഒരു അവസാനമില്ല എന്ന് ഓർക്കുന്നതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം. ദയവേത് ഈ സിനിമ കാണാൻ പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇജാതി ഒരു പൊട്ടപ്പടം ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോറി. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി നിങ്ങളുടെ പൈസ കൊണ്ട് കളയാവുന്നതാണ്. ആസ് യുവർ വിഷ്. അല്ലെങ്കിൽ OTT വന്നു കഴിയുമ്പോഴേക്കും നല്ല നല്ല റോസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ്സിൽ വരും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സിനിമ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിലെ ഒരു 2-2.5-3 മണിക്കൂർ നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ്. എൻ്റെ പോയി ഇനിയിപ്പോൾ നിങ്ങൾ നശിപ്പിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.